ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത്. ഇന്നേ നമുക്ക് ഒരു പാകിസ്ഥാൻ മാങ്ങ ചോൺസ, നല്ല പഴുത്ത ചോൺസ. ചോൺസയിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. പാകിസ്ഥാൻ്റെ മാങ്ങകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ മാങ്ങകൾ മിക്കതും ലേറ്റായിട്ടാണ് വരിക. ഇപ്പോൾ സിന്ദ്രി, ചോൺസ, ചില സ്ഥലത്തൊക്കെ റാത്തോളും വന്ന് തുടങ്ങിയിട്ടുണ്ട്, അൻവർ റാത്തോള്. അപ്പം നല്ലൊരു മാങ്ങയാണ് ചോൺസ, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. എന്താ പറയുക, നല്ലൊരു സ്വീറ്റ് ആരോമ. ചോൺസയിൽ തന്നെ ഒരു 3-4 വകഭേദങ്ങളുണ്ട്. കാല ചോൺസ, മോസമി ചോൺസ, സഫീദ് ചോൺസ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 വകഭേദങ്ങളുണ്ട്. ഇതേതാണെന്നറിയില്ല. ലേറ്റ് ചോൺസ ആണോന്ന് ഡൗട്ടുണ്ട്. നല്ല യെല്ലോ ഫ്ലഷ്. ചോൺസിനെ കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. മിക്ക പ്രവാസികളും കഴിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ സിന്ധ് പഞ്ചാബ് റീജിയനിലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. നമ്മുടെ നാട്ടിലെ ചോൺസയുടെ വേരിയൻസ് ഏതെങ്കിലും കായ്ക്കുന്നുണ്ടോ എന്നറിയില്ല. എന്താണ്, കായ്ച്ച് കിട്ടി കഴിഞ്ഞാൽ ഒരു മുതൽ മാങ്ങയാണ്. ഇത്തവണത്തെ ഫസ്റ്റ് ചോൺസയാണ് കേട്ടോ. പലതും കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്വാളിറ്റി പോകാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. വാവ്, അടിപൊളി, നല്ല ചോൺസ് കേട്ടോ. നല്ല മധുരം, നല്ല ഫ്ലേവർ, നല്ലൊരു മാങ്ങ കഴിച്ചൊരു ഫീൽ കണ്ട് കിട്ടും. അതാണ് ചോൺസ. പക്ഷേ ഒരു സത്യത്തിൽ ചോൺസ ഇന്ത്യക്കാരനാട്ടാ. ഇന്ത്യൻ മാങ്ങയാണ്. അത് പാകിസ്ഥാനിലാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, UP, ബീഹാർ, ആ മേഖലകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് തോന്നുന്നത്. അപ്പം യുഎയിലുള്ള പ്രവാസികളൊക്കെ മേടിച്ച് കഴിച്ചോളൂ. ചോൺസ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ചോൺസ നോക്കി മേടിക്കുക. ചോൺസയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഒരു ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു കുനുക്കുമാരില്ല. ഇതാണ് ചോൺസന്റെ ഒരു ഐഡന്റിറ്റി. ഓക്കെ, അപ്പോൾ നല്ല ചോൺസ നോക്കി മേടിച്ച് കഴിക്കുക. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ആര് മാതിരി തോന്നും. ആരൊന്നുമല്ല, പക്ഷെ നാട്ടിലെ മാങ്ങയായിട്ടൊന്നും എനിക്ക് ഇത് കമ്പയർ ചെയ്യാൻ അറിയില്ല. കുറച്ചായിട്ട് നാട്ടിലെ നല്ല മാങ്ങകളൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുള്ള മല്ലിക ഒക്കെയാണ്. മല്ലിക, കാലാപ്പാടി, അതിൻ്റെ ഫ്ലേവറൊന്നുമില്ല, പക്ഷെ പോളി മാങ്ങയാണ്. അപ്പം വീണ്ടും കാണാം.